ഹലോ ഫ്രണ്ട്സ്, തുടക്കം തന്നെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ എന്തിനാ കാണിക്കുന്നതെന്ന് എല്ലാവർക്കും ഗസ് ചെയ്യായിരിക്കും. പക്ഷേ ഇതെല്ലാവരും ഗസ് ചെയ്യുന്നതല്ല, തിരുവനന്തപുരം ചുറ്റിക്കറക്കാൻ വേണ്ടി ഉള്ളൊരു വീഡിയോ അല്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ മാനേജർ, എൻ്റെ ഒരു ചേട്ടൻ ആയിട്ടുള്ള വിജീഷ് ചേട്ടൻ ഒരു ജീപ്പ് വാങ്ങിക്കാൻ പോയുള്ളൊരു കഥയാണിത്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. പുള്ളിയുടെ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഒരു സാധാ ഇടുക്കിക്കാരൻ്റെ ചെറുപ്പകാല സ്വപ്നമായിരുന്നു ജീപ്പ് വാങ്ങിക്കുക എന്നുള്ളത്. സോ എറണാകുളത്തുള്ള പുള്ളി OLX ഫേസ്ബുക്കിലൊക്കെ കുറേ നാൾ തപ്പിയ ശേഷം ഒരു ജീപ്പ് ട്രിവാൻഡ്രം കണ്ടിട്ട് ട്രിവാൻഡ്രത്ത് പോയി അവിടെ നിന്ന് വെഞ്ഞാറമൂട് പോയിട്ട് ജീപ്പ് എടുക്കുന്നൊരു കാഴ്ചയായിരിക്കും കാണുന്നത്. പുതിയ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. സോ അത്യാവശ്യം നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി തന്നെയാണ്. കളറൊക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ട്. സോ പുള്ളി ഇത് ഫൈനൽ ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്നും കൂടിയൊക്കെ നോക്കി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത് എടുക്കാനുള്ളൊരു പുറപ്പാടാണിത്. സോ അതിൻ്റെ പ്രീവിയസ് ഓണർ ഇത് 15 വർഷം ആയിട്ട് ഓടിച്ചു നടക്കുന്ന വണ്ടിയായിരുന്നു. സോ പുള്ളിക്കും കൊടുക്കുന്നതിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളി വണ്ടി കൊടുക്കും മുമ്പ് ഒരു കിസ്സൊക്കെ ചെയ്ത് ഞങ്ങളുടെ ബോസിനെ ഓൾ ദ ബെസ്റ്റ് കൊടുത്ത് ഞങ്ങൾക്ക് ഏത് വഴിയെ പോകുന്നത് എന്നുള്ള ഈസി റൂട്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. സോ ഇത് വിജീഷ് ചേട്ടൻ്റെ ഞാൻ പറഞ്ഞ ചെറുപ്പകാലം തുടങ്ങിയുള്ളൊരു സ്വപ്നമായിരുന്നു ജീപ്പ് എടുക്കും എന്നുള്ളത്. കാരണം പുള്ളിയുടെ അമ്മയുടെ നാട് ഇടുക്കിയാണ്. സോ ചെറുപ്പം തുടങ്ങിയ അവിടെ ജീപ്പൊക്കെ കണ്ട് പുള്ളിക്കും സ്വന്തമായി ഒരു ജീപ്പ് എടുക്കുന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പകാലം തുടങ്ങി കയറിയതാണ്. അത് ഫൈനലായിട്ട് ഇപ്പോഴാണ് അത് പുള്ളിക്ക് നിറവേറ്റാൻ പറ്റിയത്. സോ എന്താ പറയാ, നമ്മൾ ആസ് എ ഫാമിലി മാൻ പുള്ളിയുടെ ഫാമിലിക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തു. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു. പുള്ളിയുടെ ഒരു സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി കുറേ നാൾ കാത്തു നിന്ന് ഫൈനലായിട്ട് ഒരു ലോൺ എടുത്ത് ജീപ്പ് വാങ്ങി. സോ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ ഇടയ്ക്കും നമ്മൾ ചിലപ്പോൾ പോവേണ്ടി വരും. എല്ലാവർക്കും വേണ്ടിയും സാക്രിഫൈസ് ചെയ്ത് ഒരു ലൈഫ് ജീവിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് പുറകെ നമ്മൾ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. പുള്ളിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം പുള്ളി വളരെ എക്സൈറ്റഡ് ആണ് ഇത്. സോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിനെ കംപ്ലീറ്റ് ഇത് പുള്ളിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനും പുള്ളിയും ആണ് ഇത് ആദ്യം ജീപ്പ് കാണാൻ പോയത്. സോ വിതിൻ 1 വീക്ക് തന്നെ ഞങ്ങൾക്ക് ആ ജീപ്പ് തന്നെ വേണം എന്നുള്ളത് ഫിക്സ് ചെയ്ത് വീണ്ടും ട്രിവാൻഡ്രം പോയി ആ ജീപ്പ് എടുത്തുകൊണ്ട് വരികയാണ്. സോ അത് വെളുപ്പിനെയാകാൻ തന്നെ അത്യാവശ്യം നല്ല റോഡുകളാണ്, ട്രാഫിക് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ ജീപ്പ് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഓടിച്ച് പോരാൻ പറ്റി. ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾ ഏകദേശം എറണാകുളം എത്താൻ ഒരു 5 മണിക്കൂറോളം എത്തി. 5 മണിക്കൂർ വേണ്ടി വന്നു. സോ ഞങ്ങൾ ഇപ്പോൾ കോട്ടയം വഴി എറണാകുളം ചോറ്റാനിക്കര ത്രൂ ഇൻഫോ പാർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ പുതിയ പാലം, ചോറ്റാനിക്കര കഴിഞ്ഞിട്ടുള്ള പുതിയ പാലം കയറി ഇൻഫോ പാർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പുള്ളിയുടെ വീട് ചോറ്റാനിക്കരയാണ്. ഇത് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പുള്ളി ഇൻഫോ പാർക്ക് വരെ വരുന്നത്. സോ പുള്ളി ഈ 5 മണിക്കൂർ ഓടിച്ചിട്ടും സ്റ്റിൽ എക്സൈറ്റഡ് ആണ്, സ്റ്റിൽ സെയിം മൂഡാണ്, ഒരു ടയർഡ്നെസ്സും ഇല്ല. പുള്ളി പറയുന്നത് ഇനി ഓടിക്കാം, ഇനി പോകാം, കുറെ ട്രിപ്പ് പ്ലാൻ ചെയ്യാന്നൊക്കെയാണ്. സോ ആക്ച്വലി ഈ ജീപ്പ് വാങ്ങിക്കാനുള്ള ഒരു മെയിൻ മോട്ടിവേഷനും ട്രിപ്പ് തന്നെയാണ്. കാരണം കുറെ നാളായിട്ട് ട്രിപ്പ് പോകാൻ ഒരു പ്രോപ്പറായിട്ടുള്ള വണ്ടി ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നമായിരുന്നു. സോ അതിൻ്റെ ഒരു മെയിൻ മോട്ടിവേഷനും ഈ ജീപ്പ് വാങ്ങിക്കാനുള്ള കാരണം അത് തന്നെയാണ്. സോ ഇത്
എക്സ്പ്രസ് വേ, ഞങ്ങളുടെ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ കയറുന്ന വഴിയാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ മെട്രോൻ്റെ ഒക്കെ പണി നമുക്ക് കാണാം. അവിടെ പുതിയ മെട്രോ ഒക്കെ വരാൻ പോവുകയാണ്. സോ ഇൻഫോ പാർക്കിലോട്ട് നമ്മൾ പോയി കയറിക്കുമ്പോഴും പുള്ളിയുടെ കയ്യിലൊരു കാറുണ്ട്, അതുപോലെ ബുള്ളറ്റ് ഉണ്ട്. പുള്ളി കുറെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തിട്ട് ഏകദേശം 20 വർഷമായി. ഈ 20 വർഷത്തിൽ ആദ്യമായിട്ടായിരിക്കും ജീപ്പായിട്ട് ഇൻഫോ പാർക്കിലോട്ട് പുള്ളി കയറുന്നത്, അതും പുള്ളിയുടെ സ്വന്തം ജീപ്പിൽ. സോ എക്സൈറ്റ്മെന്റ് പുള്ളിയുടെ മുഖത്ത് ശരിക്കും കാണാം നമുക്ക്. സോ എന്താ പറയേണ്ടത് ഇനി ഇതിൽ കൂടുതലും എന്ന് എനിക്കറിയില്ല. സോ സ്വപ്നങ്ങൾ കാണുക, അത് സാധിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക, അതിൻ്റെ പുറകെ നടക്കുക, നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുക. ഇതൊക്കെ തന്നെ എനിക്കിതിൽ പറയാനുള്ളൂ. ഞങ്ങളുടെ ബിൽഡിംഗ് അപ്രോച്ച് ആകാറായി. പുള്ളി എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പറഞ്ഞ കാര്യം, നമുക്ക് ഇനിയും ട്രിപ്പുകൾ കുറേ പ്ലാൻ ചെയ്ത് പോകാൻ സാധിക്കട്ടെ എന്ന് നീ പ്രാർത്ഥിക്കണം എന്നൊരു വാക്കായിരുന്നു. സോ എല്ലാവർക്കും വേണ്ടി ഞാനത്, ഞങ്ങളുടെ ടീമിനും എല്ലാവർക്കും വേണ്ടി അത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ജീപ്പ് പുള്ളിക്ക് വേറൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുമ്പോട്ട് കുറേ പുള്ളിയുടെ ഡ്രീംസ് ട്രിപ്പുകൾ സാധിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ഗുഡ് ബൈ ഫ്രണ്ട്സ്.